നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാകമാനം അറിയപ്പെടുന്ന പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അരുൺ ബി നായരാണ്. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ മനഃശാസ്ത്രത്തിൻ്റെ എല്ലാ നിഗൂഢതകളും മനസ്സിലാക്കി മനഃശാസ്ത്രത്തിൽ ഒരു ടാബു, അതായത് സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഒരു ടാബു ആണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടാകുന്നത് ഒരു ടാബു ആണ് എന്ന കാലത്ത് അദ്ദേഹം അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വളരെയധികം സയൻറ്റിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജിലെയും സ്റ്റുഡൻസിനെയും ഒക്കെ ചികിത്സിച്ച് പലരെയും മരണത്തിൽ നിന്നും കരകയറ്റിയ ഒരു ഡോക്ടറാണ് നമ്മുടെ അരുൺ ബി നായർ. സർ, ഇന്നെനിക്ക് സാറിനോട് ചോദിക്കേണ്ടത് ഫിലിസൈഡ്, അതായത് സ്വന്തം അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. ഇവിടെ വിദ്യാഭ്യാസം കൂടുതലുണ്ട്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം, അതുപോലെ തന്നെ പ്രബുദ്ധരായ ജനങ്ങൾ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്രൈംസ് ഇവിടെ കൂടുതലാകുന്നത്? കേരളത്തിൻ്റെ ഒരു സവിശേഷത, സാക്ഷരത ഏറ്റവും കൂടുതലുള്ളൊരു പ്രദേശമാണ് കേരളം. പക്ഷേ മാനസികാരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ, മെൻ്റൽ ഹെൽത്ത് ലിറ്ററസിയുടെ കാര്യത്തിൽ ഇനിയും നാം ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കുറേയധികം അവബോധമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സമൂഹത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും എന്താണ് മനസ്സ്, എന്താണ് മാനസികാരോഗ്യം, എന്താണ് മാനസിക രോഗം, മാനസിക രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അവയ്ക്ക് എന്താണ് പ്രതിവിധി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. പലപ്പോഴും ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും അവിശ്വസനീയമായ കർമ്മം എന്ന് പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധം അല്ലേ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധമാണ്. അച്ഛനും കുഞ്ഞും തമ്മിൽ അത്രത്തോളം പവിത്രമായ ബന്ധമുണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അമ്മ തൻ്റെ ഉദരത്തിൽ താൻ ചുമന്ന് താൻ നൊന്ത് പ്രസവിച്ചൊരു കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും സന്ദർഭങ്ങളിൽ ആ അമ്മയുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ അമ്മമാർ കുഞ്ഞിനെ കൊല്ലുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് പ്രസവാനന്തര ചിത്തഭ്രമം അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രസവം കഴിയുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അതായത് ഈ പ്രജനന ഹോർമോണുകൾ, റിപ്രൊഡക്റ്റീവ് ഹോർമോണുകൾ, അവയുടെ അളവിൽ പൊടുന്നനെ ഒരു വ്യത്യാസമാണ് ഈ പ്രസവത്തിനെ തുടർന്ന് വരുന്നത്. പെട്ടെന്ന് ഈ ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നു. തലച്ചോറിൽ നിലനിൽക്കുന്ന ചില രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കുന്നു. അതിൻ്റെ പരിണതഫലമായിട്ടാണ് ഈ പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ വരുന്നത്. ഒരു 80% സ്ത്രീകളിൽ പ്രസവം കഴിഞ്ഞ് ഏതാനും ആഴ്ചക്കാലത്തേക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. ഒരു ഉന്മേഷക്കുറവ്, ചെറിയൊരു സങ്കടം, പെട്ടെന്നൊന്ന് കരച്ചിൽ വരുന്നു, എപ്പോഴും തൻ്റെ ഭർത്താവിനെ കാണണം എന്നൊരു തോന്നൽ വരുന്നു. അത് നൈമിഷികമാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. ഇതിനെ പ്രസവാനന്തര വിഷമം അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്നാണ് പറയുന്നത്. അത് ഒട്ടേറെ ആളുകളിൽ വരുന്നു. കുടുംബാംഗങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും സ്നേഹപൂർവ്വമായ ഒരു സാന്നിധ്യവും പരിചരണവും, കൃത്യമായിട്ടുള്ളൊരു പോഷകാഹാരം കൊടുക്കുക, ജലാംശം കുറയാതെ നോക്കുക, ഇത്തരത്തിലുള്ള ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറി വരും. പ്രത്യേകിച്ച് ഒരു ചികിത്സയിലേക്ക് അത് പോകേണ്ടി വരുന്നില്ല. പക്ഷെ ഒരു 15% സ്ത്രീകളിൽ ഇത് കുറച്ച് തീവ്രമായ അളവിലേക്ക് പോകാറുണ്ട്. നിരന്തരമായ കരച്ചിൽ, തൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമോ എന്ന ആശങ്ക, തൻ്റെ കുഞ്ഞിനെ തനിക്ക് നന്നായി നോക്കാൻ കഴിയുമോ എന്നുള്ള ആകുലത, തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയപ്പെടാതെ പോകുമോ, അങ്ങനെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന അകാരണമായിട്ടുള്ള ചില ഭയങ്ങൾ, നിരന്തരമായിട്ട് കരയുന്നു, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇത് 7 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക്, ഇപ്പോൾ ഒരു 7 പ്രസവങ്ങൾ നടക്കുമ്പോൾ ഒരെണ്ണത്തിൽ ഇത്തരം സംഭവങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 15% കേസുകളിൽ, പ്രസവങ്ങളിൽ ഇത് വരുന്നു. ഇതിനെയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദ രോഗം എന്ന് പറയുന്നത്. പരിപൂർണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഈ വിഷാദ രോഗമെന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസം വരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു അറിവിന് വേണ്ടി എന്താണ് ഈ മനസ്സ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഘടന എന്താണ് എന്നൊന്ന് ഒരു ചുരുക്കി ഒന്ന് പറയാൻ തോന്നുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സെന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മസ്തിഷ്കത്തിൽ കോശങ്ങളുണ്ട്, സെല്ലുകളുണ്ട്, മറ്റേതൊരു ശരീരഭാഗത്തിലും ഉള്ളതുപോലെയുള്ള കോശങ്ങൾ.
ഈ മസ്തിഷ്ക കോശങ്ങൾക്ക് ഒരു പ്രത്യേക ഘടനയുണ്ട്. ന്യൂറോൺസ് എന്ന് പറയുന്ന മസ്തിഷ്ക കോശങ്ങൾ, 2 കോശങ്ങൾ തമ്മിൽ ചെറിയ ഒരു ഇടവേളയുണ്ട്, ഒരു സിനാപ്സ് എന്ന് പറഞ്ഞ ഒരു പ്രദേശം. ഈ സിനാപ്സിൽ ചില രാസവസ്തുക്കളുണ്ട്. അവയെ നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും സംവേദനങ്ങളുമൊക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നാഡീ സംപ്രേക്ഷണികളുടെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ തെറ്റായ സിഗ്നലുകൾ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് പ്രസരിക്കാൻ കാരണമാകും. ഈ തെറ്റായ സിഗ്നലാണ് തെറ്റായ ചിന്തകളുടെ രൂപത്തിൽ, വികലമായ ചിന്തകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാഡീ സംപ്രേക്ഷണികളുടെ അളവിലെ വ്യതിയാനം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ പ്രസവാനന്തര വിഷാദം വരുമ്പോൾ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിലെ കുറവ് തലച്ചോറിലെ സെറട്ടോണിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും ഒക്കെ അളവിനെ ബാധിച്ച് ആ അളവ് കുറച്ച് അതിൻ്റെ ഫലമായിട്ടാണ് വിഷാദം വരുന്നത്. അപ്പോൾ ഈ സെറട്ടോണിനും നോർ എപ്പിനെഫ്രിനും ഒക്കെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന സുരക്ഷിതമായ മരുന്നുകൾ ഇന്ന് നിലവിലുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്ക് പോലും കൊടുക്കാവുന്ന സുരക്ഷിതമായ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ ഈ പ്രസവാനന്തര വിഷാദം ഭേദപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിശ്ചിത കാലത്തിന് ശേഷം, ഒരു 6 മുതൽ 9 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താനും പറ്റും, അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവുകയും ചെയ്യും. ഇനി അല്പം കൂടെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ പ്രസവാനന്തര ചിത്തഭ്രമം, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഇതാണ് പലപ്പോഴും മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അമ്മ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയ്ക്കൊക്കെ കാരണമാവുന്നത്. ഈ ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നു, ഇങ്ങനെയുള്ള കുറച്ച് സംഗതികൾ. ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ഒരു രാസവസ്തുവിൻ്റെ അളവ് കൂടുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ പ്രധാനമായിട്ടും മാഡം സൂചിപ്പിച്ച പോലെ 2 ലക്ഷണങ്ങൾ. ഒന്ന്, മിഥ്യാവിശ്വാസങ്ങൾ അഥവാ ഡെല്യൂഷൻസ്. അപ്പോൾ ഈ കുഞ്ഞ് എന്ന് പറയുന്നത് തന്നെ കൊല്ലാൻ വേണ്ടി പിറവിയെടുത്തൊരു ജീവിയാണ്, അത് തന്നെ വധിച്ചു കളയും, ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന തൻ്റെ ജീവന് ഭീഷണിയാണ്, ഒരു രീതിയിലും യുക്തിക്ക് നിരക്കാത്തൊരു ചിന്തയാണ്. ആ ചിന്ത ആ അമ്മയുടെ മനസ്സിൽ ചിലപ്പോൾ തീവ്രമാകും. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചില അശരീര ശബ്ദങ്ങൾ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ കേൾക്കും. ഇതിനെ നമ്മൾ മിഥ്യ അനുഭവം അല്ലെങ്കിൽ ഹാലൂസിനേഷൻ എന്ന് പറയും. അപ്പോൾ ഒരുപക്ഷെ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, പക്ഷെ ഒരു ശബ്ദം ഇങ്ങനെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ കുഞ്ഞിനെ കൊല്ല് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കമാൻഡ് ഹാലൂസിനേഷൻസ് എന്ന് പറയും. അതായത് ആജ്ഞയുടെ രൂപത്തിലുള്ള മിഥ്യാനുഭവങ്ങൾ. പലപ്പോഴും ഇത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ച്, ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ആ ശബ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അമ്മ കുഞ്ഞിനെ വധിച്ചു കളയുന്നൊരവസ്ഥ വരാം. അതുകൊണ്ടാണ് പറയുന്നത് ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, പ്രസവാനന്തര ചിത്തഭ്രമം, അടിയന്തരമായ മാനസികാരോഗ്യ പരിചരണം അത്യാവശ്യമുള്ളൊരു അവസ്ഥയാണ്. എമർജൻസി സൈക്കാട്രിക് ഹെൽപ്പ് വേണം. അപ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കും ഇത് 2 ദിവസം കഴിയുമ്പോൾ പോകും, ഒന്ന് ഉറങ്ങി തെളിഞ്ഞാൽ മാറും, ഇഷ്ടമുള്ള കുറച്ച് പാട്ട് കേൾപ്പിച്ചു കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ രുചിയുള്ള കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ശരിയാകും, കുഞ്ഞിൻ്റെ കളി കാണുമ്പോൾ മാറും എന്നൊക്കെ പലരും പറയും. ശരിയല്ല. കാരണം ഈ ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഏതൊരു സാധാരണ മനുഷ്യനും ഒറ്റ നോട്ടത്തിൽ തന്നെ അസ്വാഭാവികമാണ് എന്ന് മനസ്സിലാവും. കാരണം തൻ്റെ കുഞ്ഞ് തന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണെന്നൊരു അമ്മ പറയുന്നു, തൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് ചെവിയിൽ ആരോ അശരീരി കൽപ്പിക്കുന്നു. ഇതൊക്കെ തീർത്തും അസ്വാഭാവിക സംഗതികളാണ്. ഉടനടി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടണം. അപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്, ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ, ആൻറ്റിസൈക്കോട്ടിക്സ്. അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടും. ആ അളവ് ക്രമീകരിക്കപ്പെടുന്ന മുറയ്ക്ക് മിഥ്യാവിശ്വാസങ്ങൾ മാറും, മിഥ്യാ അനുഭവങ്ങൾ കുറയും, പതിയെ ഈ രോഗം പരിപൂർണമായിട്ടും ഭേദമാകും. പ്രസവാനന്തര വിഷാദത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രസവാനന്തര ചിത്തഭ്രമവും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താം. ഏകദേശം 9 മാസം തൊട്ട് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സ കഴിയുമ്പോൾ ഈ രാസവസ്തുക്കളുടെ അളവ് പൂർണ്ണമായും ക്രമമാവും. ശരീരത്തിലെ ഹോർമോണുകളുടെ, പ്രജനന ഹോർമോണുകളുടെ അളവും അപ്പോഴേക്കും ഏകദേശം നോർമലാവും. നമുക്കറിയാം പ്രസവം കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ആർത്തവ വിരാമത്തിൻ്റെ സമാനമായ ലക്ഷണങ്ങൾ വരും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് ആർത്തവം തിരിച്ചു വരും. അങ്ങനെ ആ പ്രജനന ഹോർമോണുകളെല്ലാം നോർമലായി കഴിഞ്ഞാൽ ശരീരം പൂർണ്ണമായും സ്വാഭാവിക സ്ഥിതി പ്രാപിക്കും, തലച്ചോറിലെ രാസവസ്തുക്കൾ നോർമൽ അവസ്ഥയിലേക്ക് എത്തും, മരുന്നുകൾ നമുക്ക് പിൻവലിക്കാം, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. സർ, പല പേഷ്യൻസും, അതായത് പല ലേഡീസും വെളിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. അവർ ഇൻട്രോവേർട്ടായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഈ പ്രസവം നടന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്, സൈക്കോളജിക്കൽ അനാലിസിസ് അത് നടത്താനായിട്ടുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിക്കൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത്. എപ്പോഴും
ഈ പ്രസവത്തോട് അനുബന്ധിച്ച് തന്നെ പലപ്പോഴും പ്രസവമെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ജീവിത അവസ്ഥയാണ്. അപ്പോൾ ഭർത്താവായാലും ബന്ധുക്കളായാലും എല്ലാവരും അതിനുവേണ്ടി ഉറ്റുനോക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രസവിച്ചൊരു കുഞ്ഞ് വന്ന് കുഞ്ഞിനെ കണ്ടു കഴിയുന്നതോടുകൂടി അമ്മയ്ക്ക് വലിയ സന്തോഷം വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു തർക്കമറ്റ വസ്തുതയാണ്. പക്ഷേ അമ്മയുടെ ശരീരത്തിൽ നടക്കുന്ന ഈ രാസപരിണാമങ്ങൾ ആ കുഞ്ഞിനെ കണ്ട സന്തോഷം കൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് മാറണമെന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 2 പാട്ട് കേട്ടാലോ, കടൽ തീരത്തൊന്ന് നടന്നാലോ, അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചാലോ, ഒരു സിനിമ കണ്ടാലോ ഒക്കെ അങ്ങ് മാറിപ്പോകുന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് മാഡം സൂചിപ്പിച്ച പോലെ പ്രസവം കഴിഞ്ഞ് ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ അമ്മയ്ക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ, ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഒരു സന്ദർശനം, അമ്മയുടെ മാനസിക നിലയൊന്ന് വിലയിരുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഒരു വലിയ വെല്ലുവിളി അതിനും ഉള്ളത് ചില വ്യക്തികളിലെങ്കിലും ഈ പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഏതാനും ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും. ചിലപ്പോൾ ഒരു 6 ആഴ്ച വരെ വൈകാം. ഇപ്പോൾ ഈ 6 ആഴ്ചയും ചിലപ്പോൾ വീട്ടിൽ ഈ ആശുപത്രിയിൽ കഴിയാൻ സാധിക്കണമെന്നില്ല. സുഖപ്രസവമാണെങ്കിൽ വേഗം വീട്ടിൽ വിടും, ശസ്ത്രക്രിയയാണെങ്കിൽ പോലും കഴിയുന്നത്ര വേഗത്തിൽ അവർ വീട്ടിലേക്ക് വിടും. അപ്പോൾ പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഈ അമ്മയെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കില്ല. കുഞ്ഞിൻ്റെ പുറത്തായിരിക്കും ശ്രദ്ധ വരുന്നത്. അപ്പോൾ അമ്മ ഉറങ്ങുന്നുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രയാസമുണ്ടോ, അഥവാ അമ്മ വിഷമിക്കുന്നു, കരയുന്നു എന്നങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റപ്പെടുത്തൽ വരും. നിനക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് നീ ഇരുന്ന് കരയുന്നു, നീ എന്തൊരു മനുഷ്യജീവിയാണ് എന്നുള്ള മട്ടിലുള്ള വിമർശനങ്ങൾ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിഷമം വരുന്നതും പേടി വരുന്നതും ഒന്നും 100% ജീവിതാനുഭവങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് തന്നെ ആകണമെന്നില്ല. തലച്ചോറിലെ രാസവസ്തുക്കളുടെ വ്യത്യാസം മൂലം, തലച്ചോറിലെ ഘടനാപരമായ തകരാറുകൾ മൂലം, തലച്ചോറിലേൽക്കുന്ന പരുക്കുകൾ മൂലം, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാർ ഇപ്പോൾ പറഞ്ഞു പലർക്കും ഇത് 6 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നതെന്ന്. പക്ഷേ നമുക്ക് റുട്ടീനായിട്ട്, അതായത് എല്ലാ പേഷ്യൻറ്റിനും നമുക്കുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു പേഷ്യൻ്റ് നോർമലായിട്ടായിരിക്കും പെരുമാറുക. കുഞ്ഞിനെ ആദ്യം കാണുമ്പോൾ വളരെയധികം സന്തോഷമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എപ്പോഴാണ് അവരുടെ മാനസിക നില തെറ്റുന്നതെന്നറിയില്ല. അപ്പോൾ റുട്ടീനായിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ഒരു പോസ്റ്റ് പാർട്ടം കെയർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് ഒരു അനാലിസിസും ട്രീറ്റ്മെൻറ്റും കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും കൊടുക്കാം, അത് നിർബന്ധമാണ് താനും. അപ്പോൾ സുഖപ്രസവം ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്ചാർജിന് തൊട്ട് മുൻപ് ഇത്തരത്തിലുള്ളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ വിലയിരുത്തൽ നല്ലതാണ്. ഇനി സങ്കീർണതയുള്ള പ്രസവങ്ങളാണെങ്കിൽ, സങ്കീർണതയുള്ള പ്രസവങ്ങളിൽ ഈ പോസ്റ്റ്മോർട്ടം മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കരുതപ്പെടുന്നത്. അവർക്കും എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ, ഒരു ഉറക്കക്കുറവെങ്കിലും അവർ കാണിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വിലയിരുത്തൽ വേണം. ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഡിസ്ചാർജിന് മുൻപ് തീർച്ചയായിട്ടും എല്ലാ അമ്മമാർക്കും ഒരു മാനസികാരോഗ്യ വിലയിരുത്തൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് ഇവർ ഡിസ്ചാർജായി വീട്ടിൽ പോയ ശേഷമായിരിക്കാം ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ബന്ധുക്കളും കൂടെ ഒന്ന് കണ്ണു തുറന്നിരിക്കേണ്ടതുണ്ട്. അപ്പം ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം 4-5 പ്രധാനപ്പെട്ട വാർണിംഗ് സൈൻസ്, അപകട സൂചനകൾ ബന്ധുക്കൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ അമ്മ രാത്രിയിൽ തുടർച്ചയായിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ കുഞ്ഞ് കരയുന്നത് മൂലം ഉണരുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കിടന്നിട്ടും ഉറക്കം വരുന്നില്ല, പൂർണ്ണമായിട്ടും വന്ന് ഉറങ്ങുന്നതേയില്ല. കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല, കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല, കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ല, കുഞ്ഞ് കരയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു അലക്ഷ്യ മനോഭാവം കാണിക്കുകയാണ്. സംസാരത്തിൽ എന്തെങ്കിലും ഒരു അപാകതകൾ വരുന്നു, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയാ തന്നെ അസംബന്ധമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പറയുന്നു, തുടർച്ചയായിട്ട് കരയുന്നു, ഉറക്കെ നിലവിളിക്കുന്നു, ദേഷ്യ പ്രകടനങ്ങൾ കാണിക്കുന്നു, കുഞ്ഞ് തന്നെ അപായപ്പെടുത്താൻ വരുന്നു എന്ന മട്ടിലുള്ള വാചകങ്ങൾ പറയുന്നു. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഇത് നിസ്സാരമായി തള്ളിക്കളയരുത്. ഒന്ന് ഉറങ്ങിത്തെളിഞ്ഞാൽ മാറും, ഒരു സിനിമ കണ്ടാൽ മാറും എന്ന് ദയവേത് കരുതരുത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന സ്ത്രീകളെ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തണം. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രസവാനന്തര വിഷാദത്തിൻ്റെയോ ചിത്തഭ്രമത്തിൻ്റെയോ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ ചികിത്സയിലേക്ക് പോകേണ്ടതുണ്ട്. കൃത്യമായ ചികിത്സ കിട്ടുക വഴി ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. പക്ഷേ ചികിത്സ എടുക്കാതെ പോയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് ഇത് ചെന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയുടെ തിന്നാണ് കുറ്റം എപ്പോഴും വരുന്ന അങ്ങനെയാണ്. അവൾ ഉണർന്നിരിക്കണം, പാല് കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും. ഹസ്ബൻഡ് അവിടെ അപ്പർ ഹാൻഡ് എടുക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന്
ഇവിടെ ഒരു തോന്നലുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണത്. അതായത് ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഭർത്താവ് നിൽക്കാൻ പാടില്ല, അത് അയാൾക്ക് നാണക്കേടാണ്, അവരുടെ കുടുംബത്തിന് നാണക്കേടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും അടുത്ത് വേണ്ട ആൾ അവിടെ നിൽക്കാൻ പാടില്ല, അതിൻ്റെ അയാളുടെ സാന്നിധ്യം അവിടെ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ഈ സ്ത്രീകളെ കൂടുതൽ വല്ലാത്തൊരു നിലയിലേക്ക് എത്തിക്കുന്നു. അതിനെപ്പറ്റി എന്താ പറയുക?